ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. റവന്യൂ വില്ലേജുകളിൽ ESA നിയന്ത്രണങ്ങൾ ബാധകമാകാതിരിക്കാൻ ഓരോ റവന്യൂ വില്ലേജിലെയും ഫോറസ്റ്റ് വേർതിരിച്ച് ആ പ്രദേശം മാത്രം ESA ഫോറസ്റ്റ് വില്ലേജായി നൽകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത. ESA സംബന്ധിച്ച തെറ്റുകൾ 6ാം കരട് വിജ്ഞാപനത്തിലും ആവർത്തിച്ചിരിക്കുകയാണെന്നും ഇത് ഉടൻ പരിഹരിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളുടെ എല്ലാം ESAയുടെ കൃത്യമായിട്ടുള്ള ഏരിയയും അതിന്റെ ഭൂപടവും കരട് വിജ്ഞാപനത്തിൽ കാണുന്നുണ്ട്. എന്നാൽ കേരളത്തിന്റെ കേസിൽ അത് കേരള ഗവൺമെന്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ സൈറ്റിലുണ്ട് എന്ന് മാത്രം, ഭൂപടമുണ്ടെന്ന് മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് ഏരിയ മാത്രമേ അത് കാണിച്ചിട്ടുള്ളൂ. ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിയിടങ്ങളെയും തോട്ടങ്ങളെയും ഒഴിവാക്കി റിസർവ് ഫോറസ്റ്റുകളും വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളും അതുപോലെ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് മാത്രം ESAയിൽ പെടുത്തിയാൽ മതി എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴത്തെ നിലപാട്. പക്ഷെ സംസ്ഥാനത്തിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു ഭൂപടം ഇതുവരെ കേന്ദ്രത്തിന് അയച്ചു കൊടുക്കുകയോ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി മതിയായ രേഖകളോടെ ഈ കരട് വിജ്ഞാപനത്തിൽ പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ 123 വില്ലേജുകളിലെ ജനങ്ങളും ഇപ്പോൾ ആശങ്കയിലാണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ വസ്തുത. 123 വില്ലേജുകളിലെ ഫോറസ്റ്റായി ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ടിൽ തെറ്റായി രേഖപ്പെടുത്തിയ 9107 ചതുരശ്ര കിലോമീറ്റർ തന്നെയാണ് 6ാം കരട് വിജ്ഞാപനത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും ഇത് കേരള സർക്കാർ അടിയന്തരമായി തിരുത്തി നൽകണമെന്നും കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത ഭാരവാഹികൾ പറഞ്ഞു. 2018 സംസ്ഥാന സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ 31 വില്ലേജുകളെ ജനസാന്ദ്രതയുടെയും ഫോറസ്റ്റ് കുറവ് എന്ന പേരിലും ഒഴിവാക്കിയെടുക്കാൻ ശുപാർശ നൽകിയിരുന്നു. എന്നാൽ ഇതേ മാനദണ്ഡമുള്ള മറ്റു പല വില്ലേജുകളെയും അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല എന്ന തെറ്റ് ഇപ്പോഴും ആവർത്തിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ വിജ്ഞാപനത്തിൽ 123 വില്ലേജുകൾ എന്നുള്ളത് 131 വില്ലേജുകളായി ഉയർത്തിയിട്ടുമുണ്ട്. കേരള സർക്കാർ ഇതുവരെയും ESAയുടെ അന്തിമ ഭൂപടം കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ മനഃപൂർവമായ വീഴ്ചകൾ ഉടൻ പരിഹരിക്കണമെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത ഭാരവാഹികളായ ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ, ഫാദർ സെബിൻ തൂമുള്ളിൽ, ഷാജി കണ്ടത്തിൽ, ബേബി കിഴക്കുഭാഗം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനരഹിതമാണെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ